എല്ലാവരും ഹൈക്കോർട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. ഹൈക്കോർട്ട് പരീക്ഷ ഇല്ലാത്ത ആളുകൾ പഠനം അതിശക്തമായി തുടരുകയാണ് എന്ന് വിശ്വസിക്കുന്നു. മഴ കാരണം മാറ്റിവെക്കുവോ എന്നുള്ളതൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിയ മെസ്സേജ്. എറണാകുളത്ത് മഴയൊക്കെ ഇന്നലെ മുതൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കുന്നത് എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. എത്ര പഠിച്ചു കഴിഞ്ഞാലും മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ വേറൊരു രസമാണ് അല്ലെ. യെസ്. പക്ഷേ അപ്പൊ തന്നെ നമ്മൾ ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ എന്തായാലും ഒരു ആഴ്ച കഴിഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാലോചിച്ചൊന്നും ആരും ബേജാറാവണ്ട. മഴക്കാലാണ്. അപ്പൊ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും എറണാകുളത്ത് പ്രതീക്ഷിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം, നേരത്തെ കൂട്ടി വന്നോളാം, നല്ല രീതിയിൽ പരീക്ഷ എഴുതിക്കോളാം കേട്ടോ. നമ്മുടെ ഓഫീസും എറണാകുളത്താണ്. അതിന്റെ തൊട്ട് തലേ ദിവസമാണ് പെരുന്നാള്. അപ്പൊ അതുകൊണ്ട് ആ ദിവസം ഓഫീസിൽ ഉണ്ടാവും അറിയില്ല. അല്ലെങ്കിൽ എല്ലാവരെയും ഓഫീസിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഓഫീസിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ അറിയിക്കണം. പരീക്ഷ നല്ല രീതിയിൽ എഴുതണം. അതാണ് ആത്യന്തികമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അജണ്ട. അപ്പൊ ഇന്ന് നമ്മൾ പവർ പോയിന്റിന്റെ ഒരു മിക്സഡ് റിവിഷൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് റിവിഷൻ ആണ്. പവർ പോയിന്റിന്റെ മിക്സഡ് റിവിഷൻ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെഷൻ കൂടിയാണ്. പിന്നെ ഇന്നിപ്പോ 2-ാം തീയതി അല്ലേ. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാം നമ്മൾ മിക്സഡ് ആയിട്ടുള്ള റിവിഷൻ ആണ്. കുറേയധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സഡ് ആയിട്ടുള്ള റിവിഷൻസ് ചെയ്യുകയാണ്. ഞാനും ചെയ്യും, വിദ്യാമിസും ചെയ്യും കേട്ടോ. വിദ്യാമിസും ഞാനും മിക്സഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളെ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്തും മിസ്സിനോട് ഒന്നുകൂടി ചോദിക്കണം, GK കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് കേട്ടെ. GK ആണ് ഇപ്പൊ നമുക്ക് കുറച്ചൊരു ടെൻഷൻ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ സിലബസ് അങ്ങനെയാണ്. എവിടെ എന്താ ചോദിക്കാന്ന് അറിയാത്തൊരു സിലബസ് ആണ്. പരമാവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആവുമ്പോ എന്താ പറയാ, പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നോക്കാം കേട്ടോ. ലൊക്കേഷൻ എന്താ, തേവര സേക്രഡ് ഹാർട്ടിലൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഇവിടെ തൊട്ടടുത്താണ്. യെസ്. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. മിക്സഡ് റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് പിന്നെ യൂട്യൂബിലും നമ്മുടെ ആപ്പിലൊക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, എ ന്യൂ പ്രസന്റേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം. ഒരു പുതിയ പ്രസന്റേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബ്ലാങ്ക് പ്രസന്റേഷൻ നമ്മൾ വേർഡിലാണ് കൂടുതൽ റിവിഷൻ ചെയ്തതല്ലേ. എക്സലും പവർ പോയിന്റും കുറവാണ്. യെസ്, അങ്ങനെ തന്നെയാണ് ഹൈക്കോർട്ടിന്റെ ഒരു രീതി. ചോദ്യങ്ങളുടെ രീതിയും അതുപോലെ തന്നെ ജോലിയുടെ രീതി അങ്ങനെയാണ്. വേർഡിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചോദ്യങ്ങളും വേർഡിലായിരിക്കും കൂടുതൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് റിവിഷൻസും കൂടുതൽ വേർഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ന്യൂ പ്രസന്റേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ബ്ലാങ്ക് പ്രസന്റേഷൻ, എക്സിസ്റ്റിംഗ് പ്രസന്റേഷൻ, ഫ്രം എ ഡിസൈൻ ടെംപ്ലേറ്റ്, ഓൾ ഓഫ് ദീസ്. എവിടെ നിന്നാണ് പുതിയൊരു പ്രസന്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എ ന്യൂ പ്രസന്റേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം. യെസ്, എല്ലായിടത്തു നിന്നും സാധിക്കും അല്ലെ. ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യണേ. ഓക്കെ, എത്ര നമ്പർ ആണ്, എത്ര ആണ് മാർക്ക് കിട്ടിയത്, കട്ട് ഓഫ് എത്രയാന്നുള്ളത് കൂടി ലാസ്റ്റ് നമുക്ക് നോക്കാം. Which one is not a component of a slide? ഈ കൊടുത്തിരിക്കുന്നവയിൽ സ്ലൈഡിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഡ്രോയിങ് ഒബ്ജക്റ്റ്, ഹാൻഡ് ഔട്ട്. Which one is not a component of a slide? Which one is not a component of a slide? ടൈറ്റിൽ, സബ് ടൈറ്റിൽ ഉണ്ടോ? ചിലർക്ക് സംശയം വരും. ഡ്രോയിങ് ഒബ്ജക്റ്റ് ഇതൊക്കെ സ്ലൈഡിന്റെ കണ്ടന്റ് ആണ്. ഹാൻഡ് ഔട്ട് എന്ന് പറയുന്നത് എന്തല്ല, സ്ലൈഡിന്റെ കണ്ടന്റ് അല്ല, അതൊരു ഡിസൈൻ മോഡലാണ് അല്ലെ. ഓക്കെ, യെസ്. ഇനി ഹാൻഡ് ഔട്ട്, മാസ്റ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ സ്ലൈഡ്സ്, വ്യൂ കണ്ടന്റ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് അവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ എല്ലാവരും ഡി, എന്നാ ഞാനും ഡി, അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. എന്തായാലും ചെയ്യാം, തെറ്റിയാലും കുഴപ്പമില്ല, ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, ഇൻ പവർ പോയിന്റ് 2007 which of the following is not a type of animation effect available in animation tab?
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അനിമേഷൻ ടാബിലുള്ള അനിമേഷൻ എഫക്റ്റ് അല്ലാത്തത് എന്നുള്ളതാണ്. In PowerPoint 2007, which of the following is not a type of animation effect available in the animation tab? Okay. Yes, not a type of animation effect available in the animation tab. എന്താണ് അനിമേഷൻ എഫക്റ്റ് അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ, എൻട്രൻസ്, എംഫസിസ്, മോഷൻ പാത്ത്. ഏതാ? യെസ്, നോട്ട് എ ടൈപ്പ് ഓഫ് അനിമേഷൻ എഫക്റ്റ് അവൈലബിൾ ഇൻ ദി അനിമേഷൻ ടാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യെസ്, ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തല്ല, അനിമേഷൻ എഫക്റ്റ് അല്ല. എൻട്രൻസ് വരുന്ന സമയത്ത് അല്ലെ, എക്സിറ്റ് പോകുന്ന സമയത്ത്, എംഫസൈസ്, മോഷൻ പാത്ത്, ഇതൊക്കെ അനിമേഷൻ എഫക്റ്റുകളാണ്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഓപ്ഷൻ ആണ് അല്ലെ. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ദ സ്ലൈഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക് ആൻഡ് സെറ്റ് ടോൺ ദ പ്രസന്റേഷൻ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു സ്ലൈഡിന്റെ ടോൺ, ഒരു സ്ലൈഡ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതും ആ സ്ലൈഡിന്റെ ഇൻട്രഡക്ഷൻ കൊടുക്കാനും ഉപയോഗിക്കുന്ന സ്ലൈഡിനെ എന്ത് പേര് വിളിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്ത് പേര് വിളിക്കാം? ടേബിൾ സ്ലൈഡ് എന്ന് വിളിക്കാമോ, ടൈറ്റിൽ സ്ലൈഡ് എന്ന് വിളിക്കാമോ, കണ്ടന്റ് സ്ലൈഡ് എന്ന് വിളിക്കാമോ, ബുള്ളറ്റ് സ്ലൈഡ് എന്ന് വിളിക്കാമോ? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എ ടേബിൾ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക് ആൻഡ് സെറ്റ് ദ ടോൺ ഓഫ് ദി പ്രസന്റേഷൻ ഈസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ ടൈറ്റിൽ സ്ലൈഡ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. എന്ത് വിളിക്കാം? ടൈറ്റിൽ സ്ലൈഡ് എന്ന് വിളിക്കാം. നാലാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം, യെസ്, ഷോർട്ട് കട്ട് കീ ടു സേവ് ആൻഡ് ക്ലോസ് ദി പ്രസന്റേഷൻ. സേവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ shortcut key to save and close the presentation. Yes, save and close the presentation. സേവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഷോർട്ട്കട്ട് കീ ടു സേവ് ആൻഡ് ക്ലോസ് ദി പ്രസന്റേഷൻ. ഓക്കെ, പെയ്ഡ് ക്ലാസ് എടുത്ത ആളുകൾ, പെയ്ഡ് ക്ലാസ്സിന്റെ ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ എന്തോ ഒരു ചെറിയ സ്റ്റക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോ ശരിയാക്കാം. അപ്പൊ ഷോർട്ട്കട്ട് കീ ടു സേവ് ആൻഡ് ക്ലോസ് ദി പ്രസന്റേഷൻ, സേവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും. ഓക്കെ, ഷോർട്ട്കട്ട് കീ ടു സേവ് ആൻഡ് ക്ലോസ് ദി പ്രസന്റേഷൻ, സേവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഏത് ഷോർട്ട്കട്ട് കീ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ക്യൂ, കൺട്രോൾ ക്യൂ, ആൾട്ട് ക്യൂ. ഏതാണ് ആൻസർ? യെസ്, കൺട്രോൾ ക്യൂ ആണ് അതിന്റെ ആൻസർ കേട്ടോ. കൺട്രോൾ ക്യൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് സേവ് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. കൺട്രോൾ ക്യൂ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് സേവ് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ അതിലേക്ക് തിരിച്ചു പോകുന്നില്ല. സ്ലൈഡ് എടുത്ത് വേണമെങ്കിൽ എനിക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. യെസ്, കൺട്രോൾ ക്യൂ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കൺട്രോൾ ക്യൂ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം. ഇനി ആറാമത് ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അനിമേഷൻ വാട്ട് ഈസ് ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ട്രിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the context of animation what is trigger? ട്രിഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an action button that advances to the next slide, an item on the slide that performs an action when clicked, the name of the motion path, all of these. എന്താണ് ട്രിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? an item on the slide that perform an action when clicked അല്ലേ? യെസ്, നമ്മൾ എന്താണ്, നമ്മളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഐറ്റം ഓൺ ദി സ്ലൈഡ് ദാറ്റ് പെർഫോം ആക്ഷൻ. ഓക്കെ, ആ സ്ലൈഡിൽ ഉള്ളതിന് നമുക്ക് ഒരു ആക്ഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ക്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം, അതായത് ഒരു ക്ലിക്കില് ഒരു ആക്ഷൻ ഉണ്ട്, അതാണ് ട്രിഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രിഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാമത്തെ ചോദ്യം. ഇനി ഏഴാമത്തെ ചോദ്യം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഹെൽപ്പ് us to create a dash.
presentation software help us to create dash. Textual presentation, voice and textual visual, voice, textual and visual presentation, textual and voice presentation, voice presentation. യെസ്, എന്താണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? നമ്മുടെ പവർ പോയിന്റ് അല്ലെ, പവർ പോയിന്റ് ആയിക്കോട്ടെ, ഇംപ്രസ് ആയിക്കോട്ടെ അല്ലെ, ലിനക്സ് യൂസ് ചെയ്യുന്നതാണ് ഇംപ്രസ്, ഗൂഗിളിന്റെ സ്ലൈഡ്സ് ആയിക്കോട്ടെ, ആപ്പിളിന്റെ കീനോട്ട് ആയിക്കോട്ടെ, സോഹോ ഷോ ആയിക്കോട്ടെ, ഇതെല്ലാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. കീനോട്ട് കേട്ടോ, കീനോട്ട്, ഗൂഗിൾ സ്ലൈഡ്സ്, ഇംപ്രസ്, പവർ പോയിന്റ്, സോഹോ ഷോ, ഇതെല്ലാം എന്താണ്? വോയിസ്, ടെക്സ്റ്റുവൽ ആൻഡ് വിഷ്വൽ പ്രസന്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, 6, 7ാമത്തെ ചോദ്യമായിരുന്നു. ഇനി 8ാമത്തെ ചോദ്യം. യെസ്, 8ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ പ്രോസസ് സൈക്കിൾസ് ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ്. ഇതൊക്കെ എന്താണ്? ലിസ്റ്റ്, പ്രോസസ്, സൈക്കിൾസ്, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്, ഇതെല്ലാം എന്ത് വിഭാഗത്തിൽ വരുന്നു? പവർ പോയിന്റിന്റെ പിക്ചേഴ്സ് വിഭാഗത്തിൽ വരുമോ, അനിമേഷൻ സ്കീമിൽ വരുമോ, ട്രാൻസിഷൻ എഫക്റ്റിൽ വരുമോ, സ്മാർട്ട് ആർട്ട് ഡയഗ്രത്തിൽ വരുമോ? ഏതിലാണ് വരുന്നത്? ലിസ്റ്റ്, പ്രോസസ്, സൈക്കിൾസ്, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്, ഇതെല്ലാം ഏത് ഐറ്റത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഐറ്റത്തിൽ വരുന്നു? യെസ്, ഇതൊക്കെ എന്താണ്? സ്മാർട്ട് ആർട്ട് ഡയഗ്രാം ആണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്. ഏതാ? യെസ്, ഏതാണ്? കൺട്രോൾ M ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ M എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ. 10ാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഇൻ പവർ പോയിന്റ്. ഓക്കെ, ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഇൻ പവർ പോയിന്റ്. പോർട്രേറ്റ്, ലെറ്റർ, ലാൻഡ്സ്കേപ്പ്, നൺ ഓഫ് ദീസ്. ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ഓറിയന്റേഷൻ, ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ഓറിയന്റേഷൻ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഓറിയന്റേഷൻ ആണ്, ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയില്ല? 8 മാർക്കൊക്കെ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് വെക്കാം. വെച്ചൂടെ? 8 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. യെസ്, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. 8ആണ് കട്ട് ഓഫ്. ഓക്കെ, 10ൽ 10 കിട്ടിയാൽ നല്ലത്. 8ആണ് കട്ട് ഓഫ്. 100 പേരുണ്ട്, ആകെ 12 പേരെ കമന്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 90 പേര് എന്ത് പറ്റി? യെസ്, ഓക്കെ. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പവർ പോയിന്റ് വ്യൂ? താഴെ കൊടുത്തിരിക്കുന്നതിൽ പവർ പോയിന്റ് വ്യൂ അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പവർ പോയിന്റ് വ്യൂ? Which of the following is not a PowerPoint view? Normal view, slideshow view, slide sorter view, full page view. Which of the following is not a PowerPoint view എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാണ് പവർ പോയിന്റ് വ്യൂ അല്ലാത്തത്? ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, ഫുൾ പേജ് വ്യൂ ഉണ്ട്. ഉണ്ടോ? ഫുൾ പേജ് വ്യൂ ഉണ്ടോ? ഇല്ല, ഫുൾ പേജ് വ്യൂ ഇല്ല കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ PowerPoint വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ പേജ് വ്യൂ ആണ് എന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 12ാമത്തെ ചോദ്യം, ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ഇതിൽ ഏതാണ്? ഡിഫോൾട്ട് വ്യൂ ഇൻ പവർ പോയിന്റ് 2007. സ്ലൈഡ് ഷോ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ, നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ. ഡിഫോൾട്ട് വ്യൂ ഇൻ പവർ പോയിന്റ് 2007. ഓക്കെ, ഏതാണ് ഡിഫോൾട്ട്? നോർമൽ വ്യൂ ആണ് കേട്ടോ. 12. ഇനി 13ാമത്തെ ചോദ്യം, ഷോർട്ട് കട്ട് കീ ഫോർ സ്ലൈഡ് ഷോ വ്യൂ.
13ാമത്തെ ചോദ്യം, ഷോർട്ട് കട്ട് കീ ഫോർ സ്ലൈഡ് ഷോ വ്യൂ. പടപടേ എന്ന് പറഞ്ഞ് ചെയ്തു പോകാം, കട്ട് ഓഫ് കൂടും. F5 ആണ് എന്ന് നോട്ട് ചെയ്തു നോക്കാം അല്ലെ. ഇനി 14ാമത്തെ ചോദ്യം, dash is the view you are not able to edit the slide. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വ്യൂവിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡ് എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു. Dash view are the not able to edit the slide. Dash view you are not able to edit the slide. Okay, not able to edit the slide. എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വ്യൂ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലൈഡ് സോർട്ടർ, നോർമൽ, നോട്ട്സ് പേജ്, സ്ലൈഡ് ഷോ. ഏതാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വ്യൂ? സ്ലൈഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇത് ഞാൻ സ്ലൈഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ എനിക്ക് പോയിട്ട് ഇവിടെ എഡിറ്റ് സ്ലൈഡ് എന്നുള്ള സ്ലൈഡ്സ് ആക്കാൻ പറ്റുമോ? ഇല്ല, എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സ്ലൈഡ് ഷോ വ്യൂവില് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി 15ാമത്തെ ചോദ്യം, which PowerPoint view displays each slide of the presentation in a thumbnail and useful for rearranging the slides? തംനെയിൽസ് പോലെ നമ്മുടെ സ്ലൈഡ്സിനെ റീഅറേഞ്ച് ചെയ്യാനോ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തംനെയിൽസ് പോലെ കാണപ്പെടുന്നത് ഏത് വ്യൂ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, which PowerPoint view displays each slides of the presentation as a thumbnail and it is useful for rearranging the slides? Slide Master, Slide Show, Slide Sorter, Notes Page. ഏതാ? യെസ്, നമുക്കിങ്ങനെ തംനെയിൽ പോലെ വ്യൂസ് കാണുന്നു. നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എന്താണെന്ന് പഠിച്ചു വെക്കാം. അത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് നോട്ട് ചെയ്തു വെക്കാം. 15. ഇനി 16ാമത്തെ ചോദ്യം, ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ പ്രസന്റേഷൻ ഫ്രം ദി കറന്റ് സ്ലൈഡ്. ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ പ്രസന്റേഷൻ ഫ്രം ദി കറന്റ് സ്ലൈഡ്. കറന്റ് സ്ലൈഡിൽ നിന്നും പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് യെസ് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ shortcut key to start a presentation from the current slide. കറന്റ് സ്ലൈഡിൽ നിന്നും പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് യെസ് എന്താണ്? യെസ്, ഷിഫ്റ്റ് F5 ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ പ്രസന്റേഷൻ ഫ്രം ദി കറന്റ് സ്ലൈഡ് എന്ന് യൂസ് കഴിഞ്ഞാൽ ഷിഫ്റ്റ് F5 എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇനി 17ാമത്തെ ചോദ്യം, which one is not an option to related to animation effect? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനിമേഷൻ എഫക്റ്റ് അല്ലാത്തത് ഏതാണ്? മൂവ്മെന്റ്, എൻട്രൻസ്, എക്സിറ്റ്, എംഫസൈസ്. Which one is not an option related to animation effect? Movement, entrance, exit, emphasize. Which one is not an option to relate animation effect? യെസ്, ഇതിൽ നമ്മൾ പഠിച്ചു ഓൾറെഡി. നേരത്തെ ഞാൻ പറഞ്ഞു എൻട്രൻസ്, എക്സിറ്റ് ഒക്കെ ഉണ്ട്. അവിടെ എംഫസൈസും കൂടി അതിലേക്ക് വരും. മൂവ്മെന്റ് ആണ് അതിൽ പെടാത്തത് അല്ലെ. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ടു റിലേറ്റ് അനിമേഷൻ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് എന്ന് നമ്മൾ ചെയ്തു നോക്കാം. ഇനി 18ാമത്തെ ചോദ്യം, സ്പെഷ്യൽ എഫക്ട് യൂസ് ടു ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ് ഇൻ എ പ്രസന്റേഷൻ ഈസ് കോൾഡ് ഡാഷ്. ഓരോ സ്ലൈഡിലും പ്രസന്റേഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് സ്പെഷ്യൽ എഫക്റ്റിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ special effect used to introduce slides in a presentation are called dash. Yes, അതാണെന്ത് നമ്മുടെ ട്രാൻസിഷൻ അല്ലെ. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതല്ലേ ട്രാൻസിഷൻ കേട്ടോ. ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ്. ഓക്കെ, യെസ്, ഓക്കെ. സ്പെഷ്യൽ എഫക്ട് യൂസ് ടു ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്. ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ്, അതിലാണ് പോയിന്റ് കിടക്കുന്നത് കേട്ടോ. ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ്. ഓക്കെ, സ്ലൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്കുള്ള ട്രാൻസിഷൻ. അതാണ് ഒരു സ്ലൈഡിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസിഷൻ ആണ്. 19ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം ഇതൊക്കെ. ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നേരത്തെ കേട്ടോ. In PowerPoint, the entry effect as one slide replaces another in a show is called dash.
entry effect as one slide replaces another slide show is called dash എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ട്രാൻസിഷൻ തന്നെയാണ് കേട്ടോ. നേരത്തെ മറ്റൊരു വേർഷൻ ആണ് പറഞ്ഞത്. ഇൻട്രൊഡ്യൂസ് എൻട്രി എഫക്ട്, ഇൻട്രൊഡ്യൂസ് ഒരു സ്ലൈഡിന് എൻട്രി എഫക്ട് കൊടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ട്രാൻസിഷൻ ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, 20ാമത്തെ ചോദ്യം. വാട്ട് ഫീച്ചർ വിൽ യൂസ് ടു അപ്ലൈ മോഷൻ എഫക്ട്സ് ഇൻ ബിറ്റ്വീൻ എ സ്ലൈഡ് എക്സിറ്റ് ആൻഡ് അനദർ enters? അതും സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. നോക്കിയേ നിങ്ങള്, ഇൻട്രൊഡ്യൂസ്, എൻട്രി പോയിന്റ്, നോക്കിയേ മോഷൻ എഫക്ട് ബിറ്റ്വീൻ സ്ലൈഡ്സ്, ഒന്നിന്റെ എക്സിറ്റും മറ്റേതിന്റെ എൻട്രിയും അല്ലെ, എല്ലാം സെയിം അല്ലേ? ഒന്നിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എൻട്രി സെറ്റ് ചെയ്യുക, ഒന്നിനെ എക്സിറ്റ് ചെയ്ത് മറ്റേലേക്ക് വരിക, ഇതൊക്കെ എന്താണ്? ഒരേ സാധനം തന്നെയാണ്. സ്ലൈഡ് ട്രാൻസിഷൻ എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ 20 ചോദ്യങ്ങളായി. 20ൽ കട്ട് ഓഫ് ഞാൻ പറയുന്നത് 16 മാർക്ക് കിട്ടിയോ? 16 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. അപ്പൊ ഹൈക്കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 50 മാർക്ക് കമ്പ്യൂട്ടറും 20 മാർക്ക് ഇംഗ്ലീഷും 30 മാർക്ക് GK ആണ്. അപ്പൊ ഈ 50ൽ നിങ്ങൾ 40 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പരമാവധി. ആവറേജ് 20ൽ 15 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എത്രയായി? 55ആയി. ഇതിൽ 10ന്റെയും 20ന്റെയും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ 55 + 10 ആണെങ്കിൽ 65, 55 + 20 ആണെങ്കിൽ 75. ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അതിപ്പോ നമ്മൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യൊന്നുമല്ല, പക്ഷേ എന്ത് ചെയ്യുക, കുട്ടികളുടെ ഒരു രീതി അനുസരിച്ച്. കാരണം ഹൈക്കോർട്ടിന് ടൈപ്പിസ്റ്റ് ലെവൽ, KGT ലെവലിൽ പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയായിരിക്കും അവർ കൂടുതൽ സ്കോർ ചെയ്യുക. GK അവർ വല്ലാണ്ട് പഠിക്കുന്നില്ല, പക്ഷെ ഹൈക്കോർട്ടിൽ 30 മാർക്ക് GK ഉണ്ട്. അപ്പൊ ജനറൽ PSC കൂടി നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ അപ്പൊ ഒരിക്കലും നമ്മൾ ഇതിലുള്ള മാർക്ക് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഇതിലുള്ള മാർക്ക് നമ്മൾ കുറയ്ക്കരുത്. അപ്പൊ മാക്സിമം നല്ല മാർക്ക്, ഇത് ആവറേജ് ആണ് പറഞ്ഞത്. ഇതിൽ 50ൽ ഒരു 45 മാർക്ക്, ഇംഗ്ലീഷിൽ 20ൽ ഒരു 17 മാർക്ക്, GKയിൽ ഒരു 20, 22 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യേണ്ടത്? ശ്രമിക്കേണ്ടത്. പക്ഷെ ആവറേജ് ഇത്രയെങ്കിലും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നില്ല, ഇനി എക്സാം ചിലപ്പോൾ ഭയങ്കര ടഫ് ആണെങ്കിൽ, യെസ്, നമ്മളെല്ലാം പ്രതീക്ഷിച്ചു പോകണല്ലോ അല്ലെ. എക്സാം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, കുറെ ഏരിയ കവർ ചെയ്യുന്നതിന് ശേഷം എക്സാം ഇപ്പൊ നിങ്ങളോട് ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ അല്ലെ? വേർഡിലായിട്ടും എക്സലായിട്ടും പവർ പോയിന്റ് ആയിട്ടും കമ്പ്യൂട്ടർ ആയിട്ടും ടൈപ്പ് ആയിട്ടും പിന്നെ ഇംഗ്ലീഷും നമ്മുടെ ആപ്പിൽ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് എന്നോട് പറയാണ്, ഹൈക്കോടതി തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ നിശ്ചയിച്ചു. എന്നിട്ട് പറയാണ് കട്ട് ഓഫ് 20 മാർക്കിൽ കൂടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 15 മാർക്കിൽ കൂടാത്തൊരു കട്ട് ഓഫ് ഉള്ള പരീക്ഷ വേണമെങ്കിൽ ഞാൻ ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, അതായത് ഒരു ചോദ്യത്തിന്റെ ലെവൽ എത്രത്തോളം വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ അധികാരികളാണ്. ഇപ്പൊ ഞാൻ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു, നിങ്ങൾക്ക് 20 മാർക്കിൽ ഒരാൾക്കും കൂടാൻ പറ്റൂല എന്ന് എന്നോട് പറയുകയാണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോ ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും, ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും. അപ്പോ ഒരു ചോദ്യ പേപ്പർ കാണുമ്പോ തന്നെ, ഇതൊക്കെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഓർക്കണം, ഒരു ചോദ്യ പേപ്പർ കാണുമ്പോൾ നല്ല ടഫ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത്രയും പഠിച്ച് എനിക്കും ടഫാണ്, അപ്പൊ ഈ കേരളത്തിൽ എഴുതുന്ന എല്ലാവർക്കും ടഫ് തന്നെയാണത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യരുത്, ഈ ടഫായി വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, അയ്യോ ഇത് എനിക്ക് മാത്രമാണോ ടഫ്? യെസ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ലിസ്റ്റിൽ വന്നില്ലെങ്കിലോ നമ്മൾ അറിയാത്ത ഒക്കെ കറക്കി കുത്താന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഉള്ള മാർക്കും കൂടി കളയും. അപ്പൊ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ലെവല് മനസ്സിലാവും നിങ്ങൾക്ക്. അതെങ്ങനെ മനസ്സിലാവും ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരമാണ് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യ പേപ്പർ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നല്ല ടഫ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പേടിക്കുക അതിന്. ഓക്കെ, ഇനി നല്ല സിമ്പിൾ ആണെങ്കിലും എന്ത് ചെയ്യുക, ഓവർ കോൺഫിഡൻസ് എടുത്തിട്ട് ഉത്തരങ്ങൾ തെറ്റിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ആവറേജ് ഉള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ പരീക്ഷയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 0.25 നിങ്ങൾ നെഗറ്റീവ് ആവും. ഓക്കെ,
യെസ്, ആ 0.25 ചിലപ്പോൾ നിങ്ങൾ ഒരെണ്ണം തെറ്റിയാൽ തന്നെ ഒരു 2000-3000 റാങ്ക് ആയിരിക്കും നിങ്ങൾ താഴേക്ക് വരിക. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ താഴേക്ക് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിച്ച് നെഗറ്റീവ് മാർക്കിനെ തൊട്ട് പേടിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ ഒരു നല്ല ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഒരു 50 എണ്ണൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതിന് മുകളിലേക്ക് എന്തായാലും കട്ട് ഓഫ് വരും ടോട്ടൽ കേട്ടോ. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? യെസ്, അപ്പോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ, വാട്ട് പവർ പോയിന്റ് ഫീച്ചർ will you use to apply motion effects to different objects of a slide? Yes, ഒബ്ജക്ട്സിന് മോഷൻ കൊടുക്കാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് പവർ പോയിന്റ് ഫീച്ചർ വിൽ യു യൂസ് ടു അപ്ലൈ മോഷൻ എഫക്ട്സ് ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഓഫ് ദി സ്ലൈഡ്? മോഷൻ എഫക്ട്സ് ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഓഫ് ദി സ്ലൈഡ് ഏതാ? അനിമേഷൻ സ്കീം കേട്ടോ. അനിമേഷൻ ഒബ്ജക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? അനിമേഷൻ സ്കീം അല്ലേ, അതിനകത്തല്ലേ നമ്മൾ ആ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അനിമേഷൻ സ്കീം കേട്ടോ. അനിമേഷൻ ആണ്, അനിമേഷൻ ഒബ്ജക്റ്റ് ആണ്, അനിമേഷൻ സ്കീം ആണോ എന്ന് സംശയം. അനിമേഷൻ സ്കീം എന്നുള്ളതാണ് ഒബ്ജക്റ്റിനെ അനിമേഷൻ സെറ്റ് ചെയ്യുന്നതിന്റെ പേര് കേട്ടോ. യെസ്, ശ്രദ്ധിച്ച് ചെയ്യണേ. 22ാമത്തെ ചോദ്യം, ആഡ് അനിമേഷൻ ടൂൾ ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പിലാണ് അനിമേഷൻ കൊടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ് അനിമേഷൻ ടൂൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ് അനിമേഷൻ ടൂൾ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലാണ് ആഡ് അനിമേഷൻ ടൂൾ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഗ്രൂപ്പ്? എവിടെ നിന്നാണ്, ഏത് ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കാൻ സാധിക്കുക? യെസ്, അനിമേഷൻ എന്ന് പറയുന്നത് തന്നെ ടാബ് ഉണ്ട് പവർ പോയിന്റിൽ അല്ലെ. അനിമേഷൻ ടാബില് ആഡ് അനിമേഷൻ ആണ്. ഓക്കെ, യെസ്, ഓക്കെ, അനിമേഷൻ എന്ന് പറയുന്ന ടാബില് ആഡ് അനിമേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അല്ലേ? ഓക്കെ, യെസ്, ഇത് പവർ പോയിന്റ്. യെസ്, അനിമേഷൻ. ഓക്കെ, സ്ലൈഡ്സ് എന്ന് പറയുന്ന ടാബ് ഉണ്ടോ? ഇല്ലല്ലോ. അനിമേഷൻ എന്ന് പറയുന്ന ടാബിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? യെസ്, അനിമേഷൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അനിമേഷൻ എന്ന് പറയുന്നതിനകത്ത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ആഡ് അനിമേഷൻ അല്ലെങ്കിൽ കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് അനിമേഷൻ അല്ല ശരിക്കും. യെസ്, അനിമേഷൻ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഗ്രൂപ്പ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാല് അനിമേഷനിൽ അനിമേഷൻ ആഡ്, അതെടുത്ത് ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും കേട്ടോ. അനിമേഷനിൽ അനിമേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് കേട്ടോ. ഡ്രോയിങ്ങിലല്ല സ്ലൈഡ്, ഇതെല്ലാം ബാക്കി വെട്ടി കഴിഞ്ഞൂടെ. അനിമേഷനില് ആഡ് അനിമേഷൻ, അനിമേഷൻ എന്ന് പറയുന്ന ടാബില് അനിമേഷൻ ആണ് കേട്ടോ. ഡ്രോയിങ്ങിലല്ല, സ്ലൈഡിലല്ല, സെറ്റപ്പിലല്ല. ക്ലിയർ ആണോ? യെസ്, അപ്പൊ അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും അല്ലെ. യെസ്, അപ്പോ അനിമേഷൻ ആണ് എന്നോട് ചെയ്തു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നടാ ഇത്? 22 അല്ലേ? 23ാമത്തെ ചോദ്യം, ഹൗ ടു യൂസ് ദ സെയിം അനിമേഷൻ ഫോർ ദി കറന്റ് സ്ലൈഡ്? ഇപ്പോൾ ഉള്ള കറന്റ് സ്ലൈഡിന്റെ അനിമേഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യും? ഐ തിങ്ക് 23. How to use the same animation for the current slide to the slides? ഇപ്പോൾ ഉള്ളതിന്റെ അനിമേഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ടു യൂസ് ദി സെയിം അനിമേഷൻ ഫോർ ദി കറന്റ് സ്ലൈഡ് ടു ദി സ്ലൈഡ്സ്, ഓൾ സ്ലൈഡ്സ്. എന്താണ്? യെസ്, സെലക്ട് ട്രാൻസിഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ, ഇതാണ് ഓപ്ഷൻ കേട്ടോ. സെലക്ട് അനിമേഷൻ എടുത്തിട്ട് അപ്ലൈ ടു ഓൾ ആണ്. ഇനി 24ാമത്തെ ചോദ്യം, which button in the animation tab allow you to preview the animation on the slides? നമുക്ക് കാണാൻ, നമ്മളെ മുന്നേ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യും? പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? റിഹേഴ്സ് ടൈമിംഗ് ഉണ്ടോ? സ്ലൈഡ് ഷോ ഉണ്ടോ? സ്ലൈഡ്സ് ഓർഡർ എന്താണ്? ഏത് ഓപ്ഷനിലാണ് നമുക്ക് അനിമേഷൻ ചെയ്തത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? പ്രിവ്യൂ ഉണ്ട് അവിടെ കേട്ടോ. പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പ്രിവ്യൂ. 25ാമത്തെ ചോദ്യം, which of the following option can you adjust in the custom animation pane? Which of the following option can you adjust in the custom animation pane?
which of the following option can you adjust in the custom animation plane? സ്റ്റാർട്ട് ഓപ്ഷൻ, ഡ്യൂറേഷൻ, ഡിലേ. യെസ്, എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെ. എവിടെ നിന്ന് സെറ്റ് ചെയ്യണം, എത്ര ഡ്യൂറേഷൻ വേണം, എത്ര ഡിലേ വേണം ഇൻ ബിറ്റ്വീൻ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ കസ്റ്റം അനിമേഷൻ പേജിലെ ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. 25. 26ാമത്തെ ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോ കുറച്ച് സ്പീഡിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് കാരണം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ചോദ്യം വായിച്ചു നോക്കി എ ബി സി ഡി എന്ന് വായിച്ചു നോക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എക്സാം ആണില് കേട്ടോ. അപ്പൊ നമ്മള് ഫാസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ എടുക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ചിലരൊക്കെ ഇപ്പൊ ഈ സ്പീഡിൽ എടുത്തു കഴിഞ്ഞാല് ആദ്യമൊക്കെ ആണെങ്കിൽ സ്പീഡ് കൂടുതലാണ് സാർ എന്ന് പറയുന്ന ഒരു കമന്റ് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ കമന്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിമിഷം ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെ നമ്മൾ പോകണം അല്ലെ. യെസ്. അപ്പൊ സ്ലൈഡ് ട്രാൻസിഷൻ ഇൻ എ പ്രസന്റേഷൻ ഈസ് ഡാഷ്. എന്താണ് സ്ലൈഡ് ട്രാൻസിഷൻ ഇൻ എ പ്രസന്റേഷൻ ഈസ് ഡാഷ്? യെസ്, വീണ്ടും അടുത്തത് നേരത്തെ 3 നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. യെസ്, 4ാമത്തത് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡിസൈഡ് ദി ഓർഡർ ഓഫ് അപ്പിയറൻസ് ഓഫ് ദി സ്ലൈഡ്സ് അല്ലെ. അപ്പൊ സ്ലൈഡ് ട്രാൻസിഷന്റെ ഡെഫിനിഷൻസ് 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. അതെല്ലാം സ്ലൈഡ് ട്രാൻസിഷൻ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരമാണ് എന്ന് ഓർത്തു വെക്കാം. 27ാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. To preview a motion path effect using the custom animation task pane, you should dash. To preview a motion path effect using the custom animation task pane, you should dash. Click the play button, click the show effect button, double click the motion path, all of these. Preview ചെയ്യാൻ വേണ്ടിയിട്ട് യെസ്, ക്ലിക്ക് ദി പ്ലേ ബട്ടൺ. പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓപ്ഷൻ എ ആണ്. യെസ്, പ്രിവ്യൂ ദി മോഷൻ പാത്ത് എഫക്ട് യൂസിംഗ് ദി കസ്റ്റം അനിമേഷൻ ടാസ്ക് പെയിൻ. ഓക്കെ, നമുക്ക് അവിടെ ഒരു പ്ലേ ബട്ടൺ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. 28ാമത്തെ ചോദ്യം. വിച്ച് ഓപ്ഷൻ അലോ യു ടു സെലക്ട് ലൈൻ, കർവ്, ഫ്രീ ഫോം? ലൈൻ ആണോ, കർവ് ആണോ, ഫ്രീ ഫോമിൽ വേണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന യെസ് ആ ഒരു എഫക്ട്. ക്രിയേറ്റ് എഫക്ട്, ഇൻസെർട്ട് മോഷൻ പാത്ത്, ഡ്രോ കസ്റ്റം പാത്ത്, നൺ ഓഫ് ദീസ്. ഈ ഓപ്ഷൻസ് ഒക്കെ എവിടെയാണ്? നമ്മൾ ആ ഒബ്ജക്റ്റിന് എഫക്ട്സ് കൊടുക്കുന്ന സമയത്ത് ലൈൻ രൂപത്തിൽ വേണോ, കർവ് രൂപത്തിൽ വേണോ, ഫ്രീ ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഞാൻ കാണിച്ചല്ലേ, നമ്മുടെ ആപ്പിൽ ഇതൊക്കെ കാണിച്ചതാണ്, നമ്മൾ വരച്ച് കാണിച്ചതാണ്. യെസ്, ഏത് രൂപത്തിൽ വേണം എന്ന് തീരുമാനിക്കുന്നത് ഡ്രോ കസ്റ്റം പാത്ത് ആണ് അല്ലെ. ഡ്രോ കസ്റ്റം പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴാണ് ലൈനും അതുപോലെ തന്നെ കർവും ഫ്രീ ഫോം ഒക്കെ കാണുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ കേട്ടോ. റിവിഷന്റെ കുറവുണ്ട് പലർക്കും, റിവിഷന്റെ കുറവുണ്ട്. യെസ്, ഓക്കെ. 28. ഇനി 29ാമത്തെ ചോദ്യം. പവർ പോയിന്റ് ഓപ്ഷൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡാഷ്. പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ നോട്ട് ഔട്ട്ലൈൻ ഫോർ ടീച്ചേഴ്സ്, പ്രൊജക്ട് പ്രസന്റേഷൻ ഫോർ സ്റ്റുഡൻസ്, കമ്മ്യൂണിക്കേഷൻ ഫോർ പ്ലാനിംഗ്, ഓൾ ഓഫ് ദീസ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഉണ്ട് അല്ലെ. ഇതിനൊക്കെ പവർ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓൾ ഓഫ് ദീസ് ആൻസർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, 20ാമത്തെ ചോദ്യം ഞാൻ ഇവിടെ എഴുതുകയാണ്. 20ാമത്തെ ചോദ്യത്തിന് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഓപ്ഷൻ എ ഡോട്ട് ODS ആണ്. ഡോട്ട് ODP PPTX. ഓക്കെ, പവർ പോയിന്റിന് തുല്യമായിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഇംപ്രസ്. ഇംപ്രസിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ഏത് എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യമായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇംപ്രസിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ്? നമ്മുടെ പവർ പോയിന്റിന് തുല്യമായിട്ടുള്ളതാണ് എന്ത്? ഇംപ്രസ്. ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഉണ്ട്, ലിബർ ഓഫീസ് ഇംപ്രസ് ഉണ്ട്. ലിബർ ഓഫീസ് ഇംപ്രസ് ഉണ്ട്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഉണ്ട്. ഓക്കെ, യെസ്. ODS എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഡോക്യുമെന്റ് സ്പ്രെഡ്ഷീറ്റ്. കാൽക്കിന്റെ എക്സ്റ്റൻഷൻ ആണ് ODS കേട്ടോ. ODP ആണ് എന്ത്? ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ കേട്ടോ. ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ ഏതാണ്? ODP ആണ്. തെറ്റിച്ചല്ല കുറെ പേര്. യെസ്, പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് ആലോചിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം PSC ചോദിച്ചൊരു ചോദ്യമാണിത്. കാൽക്കിന്റെ എക്സ്റ്റൻഷൻ PSC ചോദിച്ചു. ODS, ഓപ്പൺ ഡോക്യുമെന്റ് സ്പ്രെഡ്ഷീറ്റ് കേട്ടോ. ഓപ്പൺ ഡോക്യുമെന്റ് പ്രസന്റേഷൻ ODP ആണ് ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. പവർ പോയിന്റിന്റെ എക്സ്റ്റൻഷൻ ആണ് PPTയും PPTX ഒക്കെ. ഓക്കെ, യെസ്. അപ്പോ കുറച്ച് ടഫാണ്, എന്നാലും വലിയ ടഫൊന്നുമില്ല അല്ലെ. 30ൽ
24 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അല്ലെ. 24 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 30 എത്ര മാർക്ക് കിട്ടി? എന്നാലും പോരാ, ശരിക്കും 25 പിടിക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്യും. യെസ്, 25, 27 നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ പവർ പോയിന്റിന്റെ ഒരു മിക്സഡ് റിവിഷൻ ക്ലാസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. തീർച്ചയായിട്ടും ഇതിൽ വരുന്ന സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. കുറേ സംശയങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് പിന്നെന്താണ്, നമുക്ക് അഡ്മിഷൻസ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റാത്തയാണെങ്കിൽ എന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി 6 മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യും, ഓൺ ടൈമിന് തന്നെ കൊടുക്കും കേട്ടോ. എന്റെ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ നമ്മളത് ഉൾപ്പെടുത്തും. പലരും നമ്മളോട് ഡൗട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ക്ലാസ്സിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വരാറുണ്ട്. പേഴ്സണലി റിപ്ലൈ കൊടുക്കാറുണ്ട്. യെസ്, ഡിലേ ആവുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഹൈ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഹൈ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നാളെ മുതൽ നമ്മൾ മിക്സഡ് റിവിഷൻ, വേർഡും എക്സലും പവർ പോയിന്റും കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്ററും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട്, ഇംഗ്ലീഷും മലയാളം ഒക്കെ കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് കുറവായിരിക്കും, GK ഉണ്ടാവും. GKയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 80 മാർക്കിന്റെ ഒരു ക്ലാസ്സിൽ 80 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ നമുക്ക് പെട്ടെന്ന് കേട്ടോ. 80 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ക്ലാസ്സുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, വരും ദിവസങ്ങളിൽ വെക്കും. ഇംഗ്ലീഷിന്റെ റിവിഷൻ ക്ലാസ് ഇപ്പൊ കുറെ നിങ്ങൾക്ക് കിട്ടി. ഇനിയും ഇംഗ്ലീഷിന്റെ റിവിഷൻ ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്യാം കേട്ടോ. 80 ചോദ്യങ്ങളാണ്. 50 കമ്പ്യൂട്ടറിന്റെ ചോദ്യവും 30 GK ചോദ്യങ്ങളും വെച്ചിട്ട് 80 ചോദ്യങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഈ സമയത്താവുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഫ്രീ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വല്ലാണ്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാളെ മുതൽ നമുക്ക് രാത്രി കുറച്ച് സെഷൻസ് ഉണ്ടാവും കേട്ടോ. നൈറ്റിൽ യൂട്യൂബ് സെഷൻസ് ഉണ്ടാവും. ഈ സമയത്ത് മാറ്റിയിട്ട് നൈറ്റിലെ യൂട്യൂബ് സെഷനിലായിരിക്കും നമ്മൾ ഈ പറയുന്ന 80 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. നന്നായിട്ട് പഠിക്കുക. നമ്മൾ പരമാവധി പഠിച്ചിട്ടുണ്ട്, പരമാവധി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. യെസ്, ഇനി എക്സാം ഹാളിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, വിലച്ചത് കൊയ്യണം എല്ലാവരും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് തരണം കേട്ടോ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ കുറെ നമ്മൾ നിറവേറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ റിസൾട്ട് ആയിട്ട്, റാങ്ക് ആയിട്ട് നമുക്ക് തരണം കേട്ടോ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ തീർച്ചയായിട്ടും. ഓക്കെ, ഇതെല്ലാം ഞാനിപ്പോ പറയുന്നത് ഹൈക്കോർട്ട് എഴുതുന്ന കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എഴുതുന്ന ആളുകൾ, ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ, CSEB-യുടെ ക്ലാസ്സുകൾ അല്ലെ, CSEB-ക്ക് ഒരുവിധം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി GK-യിലുള്ള കുറച്ച് ക്ലാസ്സുകൾ കൂടുതലായിട്ട് CSEB ബാച്ചിന് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ടൈപ്പിസ്റ്റ്, ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റിന് പുതിയ സിലബസ് വന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ വരാൻ കാത്തിക്കുന്നില്ല. പഴയ സിലബസിലുള്ള രൂപത്തിൽ കുറച്ച് മാത്സിന്റെ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതിന്റെ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഹൈക്കോർട്ട് കഴിഞ്ഞിട്ട് CSEB, പിന്നെ ദേവസ്വം ബോർഡ്, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ക്ലാസ്സുകളായിട്ട് തുടരും. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് വരുമ്പോൾ അതിലും ഇതൊക്കെ തന്നെയാണ്. അത് നമ്മളെ എന്താണ് വേറെ രീതിയിൽ ചെയ്യും. ഇനി വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കുറെ പേര് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഈ ഓഫർ നമ്മളെ ജൂൺ 10 ക്ലോസ് ചെയ്യും. ജൂൺ 10 വാലിഡിറ്റി എക്സ്റ്റൻഷൻ. അത് കഴിഞ്ഞതിന് ശേഷം ചോദിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, അതങ്ങനെയാണ്. അതിന് കാരണം നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറയും. ജൂൺ 10 വരെ മാക്സിമം ആണ്. യെസ്, അപ്പൊ ഓൾറെഡി ഇപ്പോഴത്തെ ബാച്ചിലുള്ള ആളുകൾക്ക് 999 രൂപ കൊടുത്തിട്ട് ഒരു വർഷത്തേക്ക് കൂടി വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, യെസ്. കാരണം പരീക്ഷകൾ വരുന്നുണ്ട്. ഇന്ന് രാവിലെ ആരാപ്പ എനിക്ക് അയച്ചത്, ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് ചോദിച്ചപ്പോ ഓരോ എന്താ പറയാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന ഒരു ഡേറ്റ് ഇട്ടിട്ട് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ വാർത്തക്കാർ പറഞ്ഞതാണ്, നമുക്ക് ഒഫീഷ്യലി അറിയില്ല കേട്ടോ. പക്ഷെ അതിന് അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന വിവരം കഴിഞ്ഞ മാസം വരെ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത്ര പോസിറ്റീവ് അല്ലായിരുന്നു വാർത്തകൾ എന്നുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലുള്ള ന്യൂസ് ആണ് കിട്ടുന്നത്. പക്ഷെ തൊഴിൽ വാർത്തക്കാർ ഇങ്ങനെ പറഞ്ഞു, ഇനി വേറെ ന്യൂസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒഫീഷ്യലി നമുക്ക് അറിയില്ല കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റും, പോൾട്രി ഡെവലപ്മെന്റ്, LD ടൈപ്പിസ്റ്റും എന്തായാലും ഇപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ടൈപ്പിസ്റ്റ് നമുക്ക് നോക്കാം.
തള്ളിക്കളയേണ്ട. ഒരു 90% ഇല്ല എന്നായിരുന്നു മുന്നേ കിട്ടിയ വിവരം. പക്ഷെ ഇപ്പൊ ഒരു 10% കൂടെ ചാൻസ് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ഇവിടെ ഞാൻ വെറുതെ പറയുന്നല്ല, തൊഴിൽ വാർത്തയിൽ വന്നത് ഞാൻ പറഞ്ഞാണ് കേട്ടോ. പിന്നെ എന്താണെങ്കിൽ 26-ൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ടൈമാണ്. അപ്പൊ 1.5 വർഷത്തേക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി പഠിച്ച്, ഹൈക്കോർട്ടിലെ വേക്കൻസികൾ കുറവാണ് അല്ലെ, ഹൈക്കോർട്ട് നന്നായിട്ട് തന്നെ എഴുതണം, ആ വേക്കൻസികൾ കിട്ടണം. പക്ഷെ വേക്കൻസികൾ കുറവായതുകൊണ്ട് എല്ലാവർക്കും അവസരം കിട്ടൂല അല്ലെ, നമ്മുടെ ബാച്ചിലുള്ള എല്ലാവർക്കും അവസരം കിട്ടുമില്ല. അവിടെ തന്നെ ഒരു കോമ്പറ്റീഷൻ വരും അല്ലെ. അപ്പോ മറ്റു കൂടുതൽ പരീക്ഷകൾ കൂടി ഇപ്പോ എന്താ പറയുക, കുറെ കാലമായി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ഞാൻ ബ്രേക്ക് എടുക്കട്ടെ, ആ ബ്രേക്ക് ഒരിക്കലും ഇല്ല കേട്ടോ. 8-ാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ 8-ാം തീയതി രാത്രി നിങ്ങൾ വീട്ടിലെത്താണെങ്കിൽ 9-ാം തീയതി തന്നെ നമ്മൾ പുതിയ ബാച്ച്, പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ് കേട്ടോ. ബ്രേക്ക് എടുക്കരുത് എന്ന് വിനീതമായി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. നമുക്ക് മിക്സഡ് റിവിഷൻ ക്ലാസ്സുകൾ കൂടി നമുക്ക് ചെയ്യാം. പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നമ്മളെ സജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇന്നാണ് പുതിയ ബാച്ചിൽ ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് പുതിയ ബാച്ചിന്റെ ഒരു ഓറിയന്റേഷൻ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ സിലബസും കാര്യങ്ങളും നമ്മുടെ വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇപ്പൊ നിലവിലുള്ള ബാച്ചുകാർക്ക് ഇല്ല, കാരണം അത് ഇൻട്രോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രോന്റെ ആവശ്യമില്ല, പുതിയ ബാച്ചുകാർക്കാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണ്ട. അത് ഇൻട്രോ ക്ലാസ് ആണ്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിപ്പോ ഇവിടെ പഠിച്ച് പോയാൽ മതി കേട്ടോ. അപ്പൊ താങ്ക് യു.